ചങ്ങായിമാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ SSLC മാത്സിലെ AP അതായത് അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ എന്ന യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 5 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസൊക്കെ മുമ്പ് ബോർഡ് എക്സാമിൽ ചോദിച്ചതാണ്, അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാമിൽ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ മുമ്പ് നമ്മൾ തിയറി പാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം പ്രോബ്ലം സെക്ഷനിലേക്ക് വരിക. അപ്പോൾ തിയറി സെക്ഷൻ കാണാത്തവർക്കായി എല്ലാം ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. വാട്ട് ഈസ് അർത്ഥമെറ്റിക് സീക്വൻസ്? ഇറ്റ് ഈസ് എ സീക്വൻസ് ദാറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് ഈസ് കോൺസ്റ്റൻസ്. അതായത് അടുത്തടുത്തുള്ള ടേംസിൻ്റെ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു സീക്വൻസ് എടുക്കുക, 1, 5, 9, 13, 17. ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. 5 - 1 ഈസ് ഈക്വൽ ടു 9 - 5 ഈസ് ഈക്വൽ ടു 13 - 9 ഈസ് ഈക്വൽ ടു 4 ആണ്. അതായത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അടുത്തടുത്തുള്ള ടേംസ്, അതായത് 1, 5, 5, 9, ഈ ടേംസിൻ്റെ ഒക്കെ ഡിഫറൻസ് ഒരു കോൺസ്റ്റൻ്റ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അർത്ഥമെറ്റിക് പ്രോഗ്രഷനാണ്. ഈ ഡിഫറൻസിനെ നമ്മൾ D എന്ന ലെറ്ററിൽ ഡിനോട്ട് ചെയ്യും. അടുത്തത് nth ടേം കാണാനാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു സീക്വൻസ് തന്ന് 1, 3, 5, 7, 9 എക്സെട്ര. ഈ ഒരു സീക്വൻസിൻ്റെ 15th ടേം അല്ലെങ്കിൽ 120ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വി ഹാവ് എ ഇക്വേഷൻ ഫോർ ദാറ്റ്. Tn ഈസ് ഈക്വൽ ടു a + n - 1 × d. അതായത് nth ടേം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് നമ്പർ ഓഫ് ടേംസ് -1 × കോമൺ ഡിഫറൻസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷനാണ്, ഓർമ്മിച്ച് വെക്കുക. അടുത്തത് സമ്മ് കാണാനാണ്. സമ്മ് കാണാൻ വി ഹാവ് ഇക്വേഷൻ Sn ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ 2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി അർത്ഥമെറ്റിക് മീൻ കാണാനാണ്. ഇഫ് A, B, C are in AP, then arithmetic mean B is equal to A + C divided by 2. ഇത്രയും പോയിന്റ്സ് ആണ് ഈ പാഠത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി പറയാനുള്ളത്. ബാക്കിയെല്ലാം തിയറി പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം, പ്രോബ്ലം സെക്ഷനിലേക്ക്. വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ജനറൽ ടേം ഓഫ് എ സീക്വൻസ് ഈസ് ഗിവൺ ബൈ an ഈസ് ഈക്വൽ ടു -4n + 15. ഈസ് ദി സീക്വൻസ് ആൻ AP? ഇഫ് സോ ഫൈൻഡ് ദി 15th ടേം ആൻഡ് കോമൺ ഡിഫറൻസ്. നമുക്കൊരു ജനറൽ ടേം ഉള്ള ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാർട്ട് ചോദിക്കുന്നത് ഈ ഒരു സീക്വൻസ് AP ആണോ എന്നാണ്. അപ്പോൾ ഒരു സീക്വൻസ് അർത്ഥമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ നമുക്കറിയാം ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഒരു സീക്വൻസ് AP ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ആദ്യം എഴുതുക. an ഈസ് ഈക്വൽ ടു -4n + 15. ഇനി നമ്മൾ എന്നിന് പകരം ഒരു വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ k. അപ്പോൾ k ഈസ് ഈക്വൽ ടു -4k + 15. ഇനി നമ്മൾ കെയുടെ തൊട്ടടുത്തുള്ളൊരു ടേം കണ്ടുപിടിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ak ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഏതായിരിക്കും? ak + 1 അല്ലേ? അപ്പോൾ ak + 1 ഈസ് ഈക്വൽ ടു kക്ക് പകരം അവിടെ k + 1 എന്ന് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ak + 1 ഈസ് ഈക്വൽ ടു -4 × k + 1 + 15. ഇനി നമുക്ക് ആ തൊട്ടടുത്തുള്ള ടേംസിൻ്റെ ഡിഫറൻസ് നോക്കാം. അതായത് ak + 1 - ak ഈസ് ഈക്വൽ ടു -4 × k + 1 + 15 -4k + 15. അപ്പോൾ നമുക്കൊന്ന് എക്സ്പാൻഡ് ആക്കി കഴിഞ്ഞാൽ -4k -4 + 15 + 4k - 15. -4kയും + 4kയും വെട്ടിപ്പോയി, -15ഉം + 15ഉം വെട്ടിപ്പോയി. ആൻഡ് വി ഗെറ്റ് -4. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അടുത്തടുത്തുള്ള ടേംസിൻ്റെ ഡിഫറൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് ഒരു അർത്ഥമെറ്റിക് പ്രോഗ്രഷനാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ട് നോക്കാം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇഫ് സോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 15ാമത്തെ ടേം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന സീക്വൻസ് എഴുതുക. an +
an is equal to -4n plus 15. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 15ാമത്തെ ടേം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ ആ എന്നിന് പകരം സിമ്പിളായിട്ട് 15 എന്നിട്ട് കൊടുക്കുന്നു. അപ്പോൾ A15th ടേം ഈസ് ഈക്വൽ ടു -4 ഇൻറ്റു 15 പ്ലസ് 15. -4 into 15 -60 plus 15. Then answer is equal to -45. Second question, the nth term of AP is 6n plus 11. Find the common difference. നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട് 6n plus 11. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കാണാനാണ് ചോദിച്ചത്. നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ മെത്തേഡാണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. അതായത് കോമൺ ഡിഫറൻസ് കാണാൻ ചോദിച്ചാലും അല്ലെങ്കിൽ തന്നിരിക്കുന്ന സീക്വൻസ് AP ആണോ അല്ലയോ എന്ന് ചോദിച്ചാലും ഒരേ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സീക്വൻസ് എഴുതുന്നു, ദെൻ അതിനൊരു വാല്യൂ ഇട്ട് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ K. ദെൻ ആ Kയുടെ തൊട്ടടുത്തുള്ളൊരു നമ്പർ, അതായത് K+1. ദെൻ അതിൻ്റെ ഡിഫറൻസ് കാണുന്നു K+1 മൈനസ് K. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ സീക്വൻസ് an is equal to 6n plus 11. ദെൻ എന്നിൻ്റെ പകരം നമ്മൾ K ഇട്ട് കൊടുത്താൽ K is equal to 6K plus 11. ദെൻ തൊട്ടടുത്തുള്ള ഒരു ടേം K+1, Kക്ക് പകരം K+1 ഇട്ട് കൊടുത്താൽ 6 into K+1 plus 11. ഇനി അതിൻ്റെ ഡിഫറൻസ് K+1 മൈനസ് AK is equal to 6 into K+1 plus 11 minus 6K plus 11. അതൊന്ന് എക്സ്പാൻഡ് ആക്കി എഴുതിയാൽ 6K plus 6 plus 11 minus 6K minus 11. ഇനി ഒരേപോലെയുള്ള ടേം വെട്ടിയാൽ 6Kയും മൈനസ് 6Kയും വെട്ടുക, 11ഉം മൈനസ് 11ഉം വെട്ടിയാൽ വി ഗെറ്റ് 6. ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 6. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ 8th term of an AP is 31 and the 15th term is 16 more than the 11th term. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി AP എന്നാണ്. അതായത് 8ാമത്തെ ടേം തന്നിട്ടുണ്ട് 31, പിന്നെ തന്നിട്ടുള്ളത് 15ാമത്തെ ടേം എന്നത് 11th ടേമിനേക്കാൾ 16 കൂടുതലാണ് എന്നാണ്. അപ്പോൾ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് ഒന്ന് എഴുതി വെക്കാം. A8 is equal to 31. അപ്പോൾ A എന്ന് നമുക്കറിയാം n is equal to n-1 into d ആണ്. അപ്പോൾ A8 എന്നതായിരിക്കും A+8-1 into d is equal to 31. അതായത് A+7d is equal to 31. ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. അടുത്ത സൂചന നോക്കാം. 15ാമത്തെ ടേം അതായത് A15 is equal to 16 കൂടുതലാണ്. ഏത് ടേമായിട്ട്? 11th ടേമിനേക്കാളും 16 കൂടുതലാണ്. അപ്പോൾ A15 is equal to A11 plus 16. അപ്പോൾ A15 എക്സ്പാൻഡ് ആക്കി എഴുതാം. A+15 minus 1 into d is equal to A+11 minus 1 into d plus 16. അപ്പോൾ we get A+14d is equal to A+10d plus 16. അപ്പോൾ ഈ A അപ്പുറത്തേക്ക് കൊടുക്കാം, 10th d ഇപ്പുറത്തേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടും 14d. 10 അപ്പുറത്തെ 10d ഇപ്പുറം വന്നാൽ -10d അല്ലേ. അപ്പോൾ 14d minus 10d is equal to A+16 minus A. Then we get 4d is equal to 16. അപ്പോൾ d എന്താണ്? 4 അപ്പുറത്തേക്ക് പോകും. അപ്പോൾ 16 divided by 4 it is equal to 4. അപ്പോൾ നമുക്ക് d കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി A കണ്ടുപിടിക്കണം. ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ്, ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും. ഇപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ നോക്ക്, A+7d is equal to 31 അല്ലേ. ഇപ്പോൾ നമുക്ക് d കിട്ടി. അപ്പോൾ d എത്രയാണ്? 4. അപ്പോൾ A+7d അതായത് A+7 into 4 is equal to 31. അതായത് 4 into 7 28. A+28 is equal to 28 is equal to 31. അപ്പോൾ A is equal to 31 minus 28 is equal to 3. A എന്നത് 3 and common difference 4. അപ്പോൾ സീക്വൻസ് ഉണ്ടാക്കിക്കൂടെ? ഫസ്റ്റ് ടേം ഏതാ? A 3. സെക്കൻഡ് ടേം A+d അല്ലേ, 7. തേർഡ് ടേം A+2d അല്ലേ, 11. തേർഡ് ടേം ഫോർത്ത് ടേം A+4 3d is equal to 15.
അപ്പോൾ 3, 7, 11, 15 എക്സെട്ര ഇതാണ് നമ്മുടെ സീക്വൻസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടേം ഓഫ് ദി AP 5, 15, 25 will be 130 more than its 31st term? അപ്പോൾ തന്നിരിക്കുന്ന സീക്വൻസ് നോക്കാം. 5, 15, 25 എക്സെട്ര. ഫസ്റ്റ് ടേം എത്രയാണ്? 5 ആണ്. കോമൺ ഡിഫറൻസ് ഓഫ് 15 - 5 = 10. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു സീക്വൻസ് 5, 15, 25 എക്സെട്ര അങ്ങനെ പോയി അവസാനം ഒരു AN അതായത് nth ടേം എത്തിയാൽ ആ ടേമിൻ്റെ പ്രത്യേകത അത് 31th ടേമിനേക്കാളും എത്ര കൂടുതലാണ്? 130 കൂടുതലാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? AN = 130 പ്ലസ് എത്രയാണ്? A31. അപ്പോൾ ANൻ്റെ ഫോം നമുക്കറിയാം. A + n - 1 × D ആണ്. = 130 പ്ലസ് A31 എങ്ങനെ എഴുതാം? A + 31 - 1 × D. Then we get, ഇപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ we get 5 + n - 1 × D = 130 പ്ലസ് 5 + 31 - 1 അതായത് 30 × 10. Then we get 5 + n - 1 × 10 = 435. അപ്പോൾ ഈ 5 അപ്പുറത്തേക്ക് കൊടുക്കാം. അപ്പോൾ n - 1 × 10 = 430. then n - 1 = 10 അപ്പുറത്തേക്ക് പോയാൽ അടിയിൽ ഡിവൈഡ് ആവും. 430/10 = 43. അപ്പോൾ n = -1 അപ്പുറത്തേക്ക് പോകുന്നു. 43 + 1 = 44. ആൻസർ എന്താണ്? 44th ടേം ആണ്. അതായത് 44th ടേം ഓഫ് ദിസ് AP is 130 more than its 31th ടേം എന്നും കൂടി അടിയിൽ എഴുതി ചേർക്കുക. ഓക്കെ, സംഭവം മനസ്സിലായില്ലേ? അടുത്തതും സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടേം ഓഫ് ദി AP 3, 15, 27, 39 എക്സെട്ര will be 132 more than 54th ടേം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ആ സീക്വൻസ് എഴുതുന്നു. 3, 15, 27, 39. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം എത്രയാ? 3. കോമൺ ഡിഫറൻസ് ഓഫ് 15 - 3 എത്രയാ? D = 12. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഫുൾ എഴുതി വെക്കാം. 3, 15, 27, 39 പോയി അവസാനം AN എത്തിയാൽ ആ ANൻ്റെ പ്രത്യേകത എന്നത് അത് A54 + 132 ആണ്. അതായത് 54th ടേമിനേക്കാളും 132 കൂടുതലാണ്. അത് നമുക്ക് എഴുതാം. AN = A54 + 132. അപ്പോൾ AN ജനറൽ ഫോം വെച്ച് ചെയ്താൽ A + n - 1 × D = A54 എങ്ങനെ എഴുതാം? A + 54 - 1 × D + 132. അപ്പോൾ നമ്മൾ എയുടെയും ഡിയുടെയും വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ 3 + n - 1 × D = 3 + n - 1 × 12 = 3 + 53 × 3 + 132. നിങ്ങളത് ചെയ്ത് നോക്കുക. അവസാനം we get n - 1 = 768/12 = 64. then n = 65. അപ്പോൾ നമുക്ക് കിട്ടിയത് 65ാമത്തെ ടേമാണ്. എന്ത്? 54ാമത്തെ ടേമിനേക്കാളും 132 കൂടുതൽ. ഇവിടെ പറഞ്ഞ പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വർക്ക് ഷീറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.